പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇലക്ട്രിക് ബില്ലും കാര്യങ്ങളും എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന 4 ആപ്ലിക്കേഷനകത്ത് ആദ്യത്തെ ആപ്ലിക്കേഷൻ ആമസോൺ പേ ആണ്. നമുക്ക് എങ്ങനെയാണ് ആമസോൺ പേ വഴി ഇലക്ട്രിസിറ്റി ബില്ലും കാര്യങ്ങളും അടയ്ക്കുന്നത് നോക്കിയാലോ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആമസോൺ പേ വഴി എങ്ങനെയാണ് നമ്മുടെ കറണ്ട് ബില്ലും കാര്യങ്ങളും അടയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നേരെ തന്നെ നമുക്ക് ആമസോൺ പേയും കാര്യങ്ങളും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷനും കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് തരുമ്പോൾ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഇത് വന്ന് കിടപ്പുണ്ട്, നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. നമുക്ക് 2 രൂപ അല്ലെങ്കിൽ മാക്സിമം ഒരു 10 രൂപയ്ക്ക് അടുത്തുള്ള ഒരു ക്യാഷ് ബാക്കും കാര്യങ്ങളും കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മൾ എങ്ങനെയാണ് അടയ്ക്കുന്നത് നോക്കും. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ റീചാർജ് ആൻഡ് ബിൽസ് ഉണ്ട്. അതിനുശേഷം ഇലക്ട്രിസിറ്റി അടിക്കുക. നമ്മൾ നേരത്തെ അടച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് താഴെ നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ നമ്മുടെ കൺസ്യൂമർ നമ്പറും കാര്യങ്ങളും അവിടെ തന്നെ കാണും. അതിനുശേഷം കേരള എന്നൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വരുന്നത് കൺസ്യൂമർ നമ്പറും കാര്യങ്ങളും അടിക്കാം. ഈ കൺസ്യൂമർ നമ്പർ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിനകത്ത് KSEBിയുടെ ബോർഡിനകത്ത് തന്നെ കൺസ്യൂമർ നമ്പറും കാര്യങ്ങളും കൊടുത്തേപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബില്ലിനകത്ത് ## എന്ന് പറഞ്ഞ് കൊടുത്തേപ്പുണ്ട്. ഒരു 11 അക്ക നമ്പറും കാര്യങ്ങളുണ്ട്. അത് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാവേ വീഡിയോ പാക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ കൺസ്യൂമർ നമ്പറും കാര്യങ്ങളും കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കൺസ്യൂമറിൻ്റെ നെയിമും കാര്യങ്ങളും വരും, ബില്ല് ഡേറ്റ് വരും, പേയ്മെൻറ്റ് എമൗണ്ട് വരും, എന്നാണ് ബില്ലും കാര്യങ്ങളൊക്കെ പെയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസം. അതും കൂടെ നമുക്ക് ഇതിനകത്ത് തന്നെയാണ്. 140 രൂപയാണ് കറണ്ട് ബില്ലും കാര്യങ്ങളും വന്നേക്കുന്നത്. സോളാറും കാര്യങ്ങളും ആഡാക്കിക്കൊണ്ടാണ് 140 രൂപ വരുന്നത്. അല്ലായിരുന്നെങ്കിൽ 2800 3000 രൂപയ്ക്ക് അടുത്ത് നമുക്ക് കറണ്ട് ബില്ലും കാര്യങ്ങളും വരുന്നതാണ്. ഒരു ദിവസം സോളാറിൻ്റെ ഒരു വീഡിയോയും കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം പേ നൗ കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് 124 രൂപ ആഡാക്കി കഴിഞ്ഞാൽ ഫോൺ പേ ബാലൻസ്, അതായത് നമുക്ക് പേ ബാലൻസ് വരും. നമുക്ക് എന്തെങ്കിലും ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അതുവഴി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ 16 രൂപ നമുക്ക് ആഡാക്കി എടുക്കാം. അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ആമസോൺ UPI പേയ്മെൻറ്റ് വഴി നമുക്ക് ചെയ്യാം. പേയും കാര്യങ്ങളും കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ അതിനകത്ത് സ്ക്രീനകത്ത് ചിലപ്പം കാണത്തില്ല കേട്ടോ, സെക്യൂരിറ്റി റീസൺ കാരണം നമുക്ക് പേ ചെയ്യുന്നതും കാര്യങ്ങളും കാണത്തില്ല. അങ്ങനെ പേയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പേ ചെയ്യുന്നത് നമ്മുടെ നോർമൽ രീതിയിൽ തന്നെ നമ്മൾ പേയും കാര്യങ്ങളും കൊടുക്കുന്നത് കേട്ടോ. 2 രൂപ ക്യാഷ് ബാക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പേയ്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക്. അങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങളും ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളും കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ആമസോൺ പേ വഴി നമുക്ക് കിട്ടുന്ന 2 രൂപ നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ക്യാഷ് ബാക്ക് ലിസ്റ്റും കാര്യങ്ങളാണ്. ഫോൺ റീചാർജിനും അതുപോലെ തന്നെ കറണ്ട് ബില്ല് അടയ്ക്കുന്നതിനൊക്കെ നമുക്ക് ക്യാഷ് ബാക്ക് 2 രൂപ വെച്ചാണ് കിട്ടുന്നത്. ചിലപ്പോൾ ഒക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു 10-15 രൂപയ്ക്ക് മുകളിലൊക്കെ കിട്ടും. ചിലപ്പോൾ 10 രൂപ റേഞ്ചൊക്കെ കിട്ടും. ഭാഗ്യം പോയിലിരിക്കും. എനിക്ക് ഇതുവരെ ടോട്ടൽ 205 രൂപയ്ക്ക് അടുത്ത് ക്യാഷ് ബാക്കും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആമസോൺ പേ വഴി എങ്ങനെയാണ് കറണ്ട് ബില്ലും കാര്യങ്ങളും അടയ്ക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിനകത്ത് കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം IDയും കാര്യങ്ങളും നമ്മൾ പ്രൊഫൈലിലും ബയോയിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമ്മുടെ ചാനലിലെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ വരുന്ന പറയാൻ നിങ്ങളുടെ സ്വന്തം നിധി. ബൈ.